ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ആശുപത്രി കേസ് ഫേസ് ചെയ്യണത്. ആദ്യമൊക്കെ നല്ല ഭയമായിരുന്നു. പിന്നെ എൻ്റെ ഏട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് നിന്നെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാവണം. എപ്പോഴും ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സങ്കടവും എന്താ അയാൾ വിളിക്കാത്ത വരാത്ത എന്നൊക്കെയുള്ളൊരു തോട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒറ്റയ്ക്ക് അങ്ങ് ചെയ്തോളും. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് ഞാൻ പോവുകയാണ്. അമ്മയ്ക്കുള്ള ഉച്ചഭക്ഷണം നമുക്ക് ആശുപത്രിക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ കൂടെ ഉള്ളവർക്കുള്ള ഉച്ചഭക്ഷണമൊന്നും ആശുപത്രിയിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആശുപത്രി. കയറി വരുമ്പോൾ ഉള്ള എൻട്രിയൊക്കെ. ഇന്നിവിടെ ഭയങ്കര നിശബ്ദതയാണ്, കാരണം ആരും ഇല്ല. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അമ്മ അവിടെ സർജറി കഴിഞ്ഞ് കിടക്കുന്നവരുടെ വാർഡിലാണ്. അവിടെ ഇപ്പോൾ നിലവിൽ 2-3 പേഷ്യൻസ് മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ ഭയങ്കര നല്ല അന്തരീക്ഷമാണ്. നമ്മുടെ ഒപ്പമുള്ള ചേച്ചിമാരാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, നല്ല സപ്പോർട്ടാണ് കേട്ടോ. നീ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ആരും ഇല്ലയെന്നൊന്നും വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ ഉണ്ട് എന്താവശ്യത്തിനെന്ന് പറഞ്ഞ് കട്ടയ്ക്ക് നിൽക്കുന്ന ചേച്ചിമാരാണ്. എല്ലാവരായിട്ടും പെട്ടെന്ന് കമ്പനി കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് ഇവിടുന്ന് കിട്ടുന്ന ഉച്ചഭക്ഷണം. അമ്മ അപ്പോൾ അത് കഴിക്കുകയാണ്. ആൾ ഓക്കെ ആണ് കേട്ടോ. ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ദൈവം സഹായിച്ച്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല മയക്കത്തിലാണ് കേട്ടോ. മയക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മയക്കമാണ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും. അപ്പോൾ ഞാനും അപ്പുറത്തിരിക്കുന്ന ചേച്ചി ഉറങ്ങണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ഞങ്ങളിങ്ങനെ സംസാരമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് പുറത്ത് മരം മുറിക്കണം കേട്ടത് കേട്ടോ. വലിയൊരു മരമാണ്, രാവിലെ മുതൽ മുറിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. വലിയ വലിയ ശാഖകളാണ് കേട്ടോ മുറിക്കണത്. ഇതെങ്ങനെ മുറിക്കണേന്നൊക്കെ ആദ്യം ഒരു അത്ഭുതമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ മരം മുറിക്കുന്ന ആൾക്കാർ ഭയങ്കര എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര നല്ല ടെക്നോളജിയിൽ അതങ്ങ് മുറിച്ചെടുത്തു എന്ന് വേണം പറയാൻ. എന്നാലും മുഴുവനായിട്ട് മുറിച്ചിട്ടില്ല. ഇപ്പോൾ കാണിക്കുന്ന ആ കമ്പ് മാത്രം വെട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള നാളെയായിരിക്കും ചെയ്യണ്ടാവുക. അപ്പോൾ പിന്നെ അമ്മയും ചേച്ചിമാരൊക്കെ കൂടി വന്നിട്ടോ കുറച്ച് നേരം നടക്കാൻ വേണ്ടിയിട്ട് അവർ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു. വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ എല്ലാവരും കൂടി റൂമിലേക്ക് പോയിട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നാളെ കാണാവേ.